തികച്ചും ദാരുണമായ ഒരു സംഭവമാണ് ഇന്നലെ നടന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇത് സംബന്ധിച്ച് വ്യക്തമായ റിപ്പോർട്ട് കളക്ടർക്കും ഉൾപ്പെടെ സബ്മിറ്റ് ചെയ്തു. ഇന്നലെ DMOയും DHSും എൻക്വയറി നടത്തും. ഇന്ന് മെഡിക്കൽ കോളേജ് പോലെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുക്കുകയും അതിൻ്റെ ഭാഗമായി മെഡിക്കൽ കോളേജിലെ ടീം അന്വേഷണം നടത്തി എൻക്വയറി കഴിഞ്ഞ് ഇപ്പോൾ എൻക്വയറി പൂർത്തിയായി പോയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ ആരോപണ വിധേയയായ ഡോക്ടറെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവായിരിക്കുകയാണ്. ഇനി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇപ്പോൾ നമുക്കിനടുത്ത കുട്ടിയുടെ മൃതശരീരം അവിടെ ഉണ്ട്, ഇൻക്വസ്റ്റ് ചെയ്യണം. ബാക്കി പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് അത് നമ്മൾ കുട്ടിയുടെ അച്ഛനും അമ്മയായിട്ട് ആശയവിനിമയം നടത്തി വരികയാണ്. അത് എത്രയും വേഗം ചെയ്ത് ബാക്കി നടപടി കിടക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് ഇൻക്വസ്റ്റ് എൻ്റെ നേതൃത്വത്തിൽ തന്നെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അത് രാവിലെ തന്നെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ വന്നു. അപ്പോൾ പ്രതിഷേധം കൊണ്ടും കുടുംബാംഗങ്ങളെ വില്ലിങ്നെസ് ഇല്ലാത്തതുകൊണ്ടും നടന്നില്ല. ഇനി അവർ വില്ലിങ്നെസ് ഇതുവരെ ആയിട്ടുള്ള സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വില്ലിങ്നെസ് കിട്ടിയാൽ നമുക്ക് ബാക്കി നടപടിയിലേക്ക് കിടക്കാം. എന്തായാലും അതറിയുമ്പോൾ അത് പറയേണ്ട ആൾ ഞാനല്ല. ഇത് മെഡിക്കൽ എൻക്വയറി നടന്ന ഉദ്യോഗസ്ഥരാണ് പറയേണ്ടത്. എന്തായാലും ആരോപണ വിധേയമായെന്നുള്ള നിലയ്ക്ക് സർക്കാർ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ സസ്പെൻഷൻ വന്നിരിക്കുന്നത്. അത് വീഴ്ച ഉണ്ടായോ എന്ന് തീരുമാനിക്കേണ്ടത് അന്വേഷണം കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇനിയിപ്പം കുട്ടിക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടോ എന്ന് പോലും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റൂ. ഇപ്പം ഡോക്ടറേറ്റ് സംസാരിച്ചപ്പോൾ കൂടുതൽ ഇത് നടപടി വൈകുന്തോറും നമുക്ക് റിസ്ക് ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇൻക്വസ്റ്റും ബാക്കി പോസ്റ്റ്മോർട്ടം നടന്നാൽ മാത്രമേ കുട്ടിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ മറ്റു കാര്യങ്ങളിലേക്ക് അറിയാൻ കഴിയും. ടെക്നിക്കലായിട്ട് പറയാൻ ഞാൻ ആളല്ല. അതെ, അവർ മകനും ബാക്കി പിന്നെ അവർ കുറച്ച് റിലേറ്റീവ്സായിട്ട് ആലോചിക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അവരുടെ എന്തായാലും എല്ലാ ആൾക്കാരുടെയും ഡിമാൻഡ് എന്ന് പറയുന്നത്, ഇന്നലെ കൂടിയ ഇവിടെയുള്ള ആൾക്കാർ എല്ലാവരുടെയും ഡിമാൻഡ് എന്ന് പറയുന്നത് സസ്പെൻഡ് ചെയ്യണമെന്നുള്ളതാണ്. ആദ്യഘട്ടമായി സ്ഥലം മാറ്റി ഇപ്പം സസ്പെൻഷൻ നടപടി വന്നിട്ടുണ്ട്. അതിൽ അവർ സാറ്റിസ്ഫൈഡ് ആകുമെന്നാണ് വിശ്വസിക്കുന്നത്.